السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة ومن اتبعني وسبحان الله وما أنا من المشركين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സംരക്ഷണത്തിലൂടെ ആരംഭിക്കട്ടെ. ഇവരെ സംഘടിപ്പിച്ചിട്ടുള്ള ജാഹിദ് ആദർശ സമ്മേളനത്തിൽ സജീവമായിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരും സ്നേഹനിധികളായ സഹോദരന്മാരെ, നല്ലവരായ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ മനുഷ്യരോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള, ഒരിക്കലും അല്ലാഹു തആല പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ശിർക്ക് എന്ന മഹാപാപം കടന്നുവരാതെ ഈമാനിന്റെ മാധുര്യം പരിപൂർണമായും ആസ്വദിച്ച് കരകളെന്ന വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം ഉച്ചരിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സമയം അതിക്രമിച്ചതിനാൽ സുദീർഘമായ ഒരു ആമുഖത്തിലേക്ക് പ്രവേശിക്കാതെ ഇനി അർപ്പിതമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1.5 വർഷക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നേരിട്ടുവന്ന് അത് ഏകദേശം പഴുത്ത് പൊട്ടി ഒലിച്ച് മൃഗമായി എന്ന് മാത്രമല്ല ദുർഗന്ധം നമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരെ അതിലെത്തിയിട്ടുണ്ട്. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ കരകളഞ്ഞ ആദർശബോധമുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആദർശബോധമുള്ള മുജാഹിദ് പ്രവർത്തകന്മാരും ശിർക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തൗഹീദിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത ഈ പ്രസ്ഥാനത്തിനകത്ത് ശിർക്കിന്റെ നാമ്പ് ഇതാ ഉടലെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഒരു തെറ്റിദ്ധാരണ സഞ്ചാരമായിരിക്കുകയാണ്. അങ്ങനെ എടുത്തു ഉന്നയിക്കുന്ന ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ ജിന്നുകളോട് സഹായം തേടാം, അതുപോലെ തന്നെ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന വാദം
വ്യത്യസ്തമായ രൂപങ്ങളിൽ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്കോ കഴിഞ്ഞുപോയ മുജാഹിദ് പ്രവർത്തകന്മാർക്കോ പരിചയമില്ലാത്ത ഒരു വാദമിത ഇവിടെ കൊണ്ടു നടക്കുന്നു. ആ കൊണ്ടു നടക്കുന്ന ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തു തന്നെ പല ആളുകളും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടന സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സംഘടന വേദി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏറെക്കുറെ ഒരു വർഷത്തിലേറെ കാലമായി കേരളത്തിൽ ഉടനീളം ഒരു കോക്കസ് ശിർക്ക് ആരോപണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയാറുള്ളത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയ മടവൂർ വിഭാഗം നിലനിൽപ്പിന് വേണ്ടി വർഷങ്ങളോളമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പഴകിപ്പൊളിച്ച ഒരു ആരോപണം മാത്രമാണ്. ആ ആരോപണം അവർ 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു ലേഖനത്തിൽ നിന്ന് ഒരു വാചകം അടർത്തിയെടുത്ത് സന്ദർഭോചിതമായി കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ക്യാമ്പയിനുകളും അതുപോലെ തന്നെയുള്ള സമ്മേളനങ്ങളും ഖബറപ്രസംഗങ്ങളും എല്ലാം ഈ ഒരു വിഷയം ആശയധാരകരം കൊണ്ട് എടുത്തിട്ട് മുജാഹിദുകൾക്ക് നേരെ കടന്നു വന്ന ഒരു ആരോപണം. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും എഴുത്തുകാരും ആദർശബോധമുള്ള എല്ലാ പ്രവർത്തകന്മാരും വളരെ കൃത്യമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണമനുസരിച്ചുകൊണ്ട് തൗഹീദ് പ്രബോധനം ചെയ്യുകയും ആ തൗഹീദിന് നേരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുടെ മുൾമുന ഒഴിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ ആരോപണം ഇപ്പോൾ ഈ മഹത്തായ സംഘടനയിൽ ചില ആളുകളുടെ താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചേർതിരിച്ച് ഈ മഹത്തായ സംഘടനയുടെ അവരുടേതായ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹോദരങ്ങളെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്ക് വേണ്ടി മറുപടി പറയുവാൻ ഇവിടെ സമയം ഞാൻ ചെലവഴിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം എന്താണ്? മുസ്ലിം സമൂഹത്തിൽ വളരെ കാലങ്ങളായി ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമുക്കൊക്കെ അറിയാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുരുഷതമ്പുരാനോടൊപ്പം മരണപ്പെട്ടു പോയ മഹാത്മാക്കളാണ് നമ്പിയാക്കന്മാരെ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ തന്നെ കെട്ടിവെക്കപ്പെട്ട ഖബറിൽ കിടക്കുന്ന ആളുകൾ, ഇവരെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇവർക്ക് വേണ്ടി നേർച്ച കൊടുക്കുന്ന, ഇവരിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യകാരണമെന്നതിന് അതീതമായി അഭൗതികമായി നമ്മെ കാണും കേൾക്കുമെന്ന് വിശ്വസിച്ച് പുരുഷതമ്പുരാന് മാത്രം നൽകേണ്ട വിവാദത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ നൽകിക്കൊണ്ട് ശിർക്കിലേക്ക് മുസ്ലിം സമുദായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധികളും വെച്ചതും പോലത്തിന്റെ മേഖലയിൽ പടച്ചു നിന്ന് കടന്നു വന്നിട്ടുള്ള ബഹുദൈവ ആരാധകരുടെ ആചാരങ്ങൾ പോലും കടമെടുത്ത് അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി തുലാഭാരം നടത്തുന്ന ആൾദൈവങ്ങളായ അമ്മമാരുടെ അതുപോലെ തന്നെ ബാബമാരുടെ കാൽപാദങ്ങൾ പൂജനീയമാണെന്ന് വിചാരിച്ച് അവിടെ പോയി കുമ്പിടുന്ന മുസ്ലിം സമുദായത്തെ നാം നോക്കിക്കാണുമ്പോൾ സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് ഉജ്ജ്വലമായ ഒരു ജീവിത സന്ദേശം പ്രവാചക ചര്യ ഉണ്ടാകുമ്പോൾ ആ പ്രവാചക ചര്യ വിട്ടുകൊണ്ട് ഈ കാലത്ത് ഇസ്ലാമിലേക്ക് പലതരത്തിലുള്ള അനാചാരങ്ങളും വിദാത്തുകളും ഖുറാഫാത്തുകളും കൊണ്ടുവന്നിട്ടുള്ള സൂഫികളും ഷിയാക്കളുമാകുന്ന ആളുകളിലൂടെ ഈ കേരളത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ കീഴിൽ അവരെ പറയുന്നതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് വിദാത്ത് ഖുറാഫാത്തുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ആചരിച്ചിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത ജന്മദിനം ആഘോഷിക്കുക എന്ന സമ്പ്രദായം, അതുമായി ബന്ധപ്പെട്ട പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ ഒരുപാട് അതിരുവിട്ട പ്രശംസകൾ പിൽക്കാലത്ത് ശിയാക്കളെ ഉണ്ടാക്കിയ ശിർക്കിന്റെ ഗദ്യപദ്യങ്ങൾ വ്യത്യസ്തമായ രൂപഭാവങ്ങളിലൂടെ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ഈ ശിർക്ക്, ബിദഅത്ത്, ഖുറാഫാത്ത്, അന്ധവിശ്വാസങ്ങളെ ഉമ്മത്തിന്റെ മുതുകിൽ കെട്ടിവെച്ച് അവരെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന മാരകമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഊർജം ചെലവഴിക്കേണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ സ്രോതസ്സുകൾ, ഈ സംവിധാനങ്ങൾ ഇതിനകത്ത് തന്നെ മുവഹ്ഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിക്കുന്ന ആളുകളുടെ ആരോപണങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്നത് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഇവിടെ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുള്ള വിശദീകരണ യോഗത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനസ് മുസ്ലിയാർ, ആ വ്യക്തി സംഘടനയുടെ വേദിയിൽ നിന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുവഹ്ഹിദുകൾക്ക് നേരെ ക്ലിപ്പ് വൈഭവങ്ങളിലൂടെ LCD ക്ലിപ്പിങ്ങിന്റെ സഹായത്തിലൂടെ പടച്ചുറപ്പ് നൽകിയ തൗഫീഖ് ആകുന്ന ആ പ്രസംഗ വൈഭവം ദുരുപയോഗം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ആരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി വശംവദരായിക്കൊണ്ട് മുജാഹിദുകൾക്കിടയിൽ വിശ്വാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായ മേഖലകളിൽ നമ്മൾ ഈ മുസ്ലിയാരുടെ റെഡിമേഡ് പ്രഭാഷണങ്ങൾക്ക് മറുപടി നൽകാറുണ്ട്. അൽഹംദുലില്ലാഹ്, അത് യഥാർത്ഥത്തിൽ ഒറ്റ മറുപടിയോടുകൂടി തന്നെ അവസാനിക്കും. കാരണം എന്താ, അതൊരു റെഡിമേഡ് പ്രസംഗമാണ്. അതങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡറായി എഴുതിക്കൊണ്ടുവന്ന് നിലനിൽപ്പിന് വേണ്ടി എല്ലായിടത്തും ക്ലിപ്പിട്ട് ഒന്ന് കാച്ചിപ്പോകും. പിന്നെ നമ്മൾ ഒന്നത് വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൂക്കേറിട്ട് വലിച്ചാലും വരൂല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഒന്ന് പരാമർശിക്കണം, അത് കൃത്യമായ ദൃശ്യത്തോടുകൂടി കേൾപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ താല്പര്യമെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ദൃശ്യം ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മൾ ഓഡിയോ സൗണ്ട് കേൾപ്പിക്കുകയാണ്. മുജാഹിദുകൾക്കിടയിൽ അനസ് മുസ്ലിയാരെയും സക്കരിയ സലാഹിയെയും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയും ഒക്കെ വ്യക്തമായി അറിയുകയും അവരുടെ ശബ്ദം കേട്ടാൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ശബ്ദം കേൾപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ അത് ദൃശ്യത്തോടുകൂടി നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. ഇവിടെ സക്കരിയ സലാഹി എന്ന് പറയുന്നു, കേരളത്തിൽ നമുക്കറിയാം ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ശിർക്ക്, ബിദഅത്ത്, ഖുറാഫാത്തുകൾക്കെതിരെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം വിദ്യാർത്ഥി കാലഘട്ടവും യൗവന കാലഘട്ടവും സഹോദരങ്ങളെ പരമാവധി ചെലവഴിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഈ കാലഘട്ടത്തിൽ പോലും ആ വ്യക്തി ഇപ്പോഴും പേരെ ഉണ്ടെന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി തൗഹീദ് പ്രബോധനത്തിന് വേണ്ടി തന്നെയാണ്. ശിർക്കിനെതിരെയുള്ള ശക്തമായ പടയോട്ടം തന്നെയാണ്. പക്ഷേ ആ മുവഹ്ഹിദിനെ ചൂണ്ടലിൽ ഒരു ഇളയായി കൊലത്തിയിട്ട് യഥാർത്ഥത്തില് ഈ പറഞ്ഞ സംഘടനയുടെ സ്രോതസ് ഉപയോഗിച്ച് ചേർന്നിരിക്കാൻ താല്പര്യമുള്ള ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് കലക്ക് വെള്ളത്തിൽ ഒരു മീൻപിടുത്തം നടത്തുകയാണ്. ഇതിന്റെ പേരിൽ മുജാഹിദുകൾക്കിടയിൽ സത്യത്തിൽ അനവധി പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൗഹീദ് മനസ്സിലാക്കി തമ്മിൽ കണ്ടാൽ സലാം ചെല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങളുമുണ്ട്. ഈ ഒരു ദൂരവ്യാപകമായ കുഴപ്പത്തിലേക്ക് ചാടിക്കുവാൻ ആര് ശ്രമിച്ചാലും ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുവാൻ അനുവദിക്കുകയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഈ രൂപത്തിൽ ചേരിതിരിച്ച് തമ്മിൽ ശിർക്കാരോപിച്ച് തങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കുവാൻ ആര് ശ്രമിച്ചാലും റബ്ബിനെ തൗഫീഖ്, റബ്ബിനെ തവക്കുലാക്കി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രാമാണികമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ വസ്വാസ് തീർക്കും. അതിനു വേണ്ടിയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സഹോദരങ്ങളെ വേദി നമുക്കതിന് പരിപൂർണമായും അനുവദിക്കാത്തത് കൊണ്ട് ആദർശ സംരക്ഷണ വേദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ കേരള ജംഇയ്യത്തുലമയെയും KLM-നെയും ഈ പ്രബോധനം നിർവഹിക്കുവാനുള്ള സംരംഭമാണിത്. ഇതിന്റെ ചട്ടക്കൂടുകൾ തകർക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഉജ്ജ്വലമായ ആത്മാർത്ഥമായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പടച്ചുതമ്പുരാൻ ഒരിക്കലും പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ശിർക്ക്. ആ ശിർക്ക്
ആ ശിർക്ക് കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് സക്കരിയ സ്വലാഹി. അദ്ദേഹത്തെ പിന്തുണക്കുന്നവരാണ് കേരളത്തിലെ ഈ പറഞ്ഞ പണ്ഡിതന്മാരും അനുയായികളും എന്നാണ് അനസ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മടവൂരി വിഭാഗവും സമസ്തയിലെ APEK വിഭാഗവും എല്ലാം ആരോപിച്ചപ്പോഴും അദ്ദേഹം പ്രാമാണികമായി ഇസ്ലാമിലൂടെയും വിചിന്തനത്തിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈപുസ്തകങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം ആവർത്തിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അത് ആരോപിക്കുമ്പോൾ അതിന് തെളിവുകൾ എവിടെയെന്ന ചോദ്യത്തിന് ആ തെളിവുകൾ ഈ രൂപത്തില് ഒരിക്കലും തന്നെ അദ്ദേഹം ഉദ്ദേശിക്കാത്ത, അദ്ദേഹം ഒരിക്കലും തന്നെ പറയാത്ത ഒരു ഉദ്ദേശം അല്ലെങ്കിൽ വാദം വളച്ചൊടിച്ച് കെട്ടിവെച്ച് ചില ക്ലിപ്പുകളുടെ വൈഭവം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്നതല്ലാതെ ഇന്ന് വരെ തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം ബോധ്യമാകാൻ ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ഈ ശിർക്ക് ആരോപണം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ വഹിദകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അനസ് മുസ്ലിയാർ മുഖാമുഖ വേദിയിൽ ഈ ചോദ്യം നേരിട്ടപ്പോൾ അതിന് അദ്ദേഹം ആധികാരികമായി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഘട്ടം ഘട്ടമായി നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആദ്യമായി ആ ചോദ്യകർത്താവ് അനസ് മുസ്ലിയാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് കേട്ടു. സക്കരിയ സ്വലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സ്വലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന ആളാണ്. ആ ചോദ്യകർത്താവ് ചോദിക്കുന്നത് എന്താണ്? തൗഹീദും ശിർക്കും എന്ന ബാനറിൽ ഒരു പരിപാടി നടത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശം? കാരണം എന്താ? ജിന്നുകളോട് സഹായം തേടാം എന്ന വാദം ഉള്ള, ജിന്നുകളോട് സഹായം തേടുന്ന വാദമുള്ള ഒരാളാണ് ആര്? സക്കരിയ സ്വലാഹി. അയാൾ ഈ സംഘടനയിൽ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു പാനലിൽ പരിപാടി നടത്താൻ കഴിയും എന്നാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അനസ് മൗലവി നൽകുന്ന ആദ്യത്തെ മറുപടി എന്താണെന്നറിയോ? താങ്കൾ പറഞ്ഞത് ഒരു കളവാണ്. സക്കരിയ സ്വലാഹി ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. അദ്ദേഹം പറയാ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടോ? അപ്പൊ ആദ്യമായി മറുപടി നൽകുന്നത് താങ്കൾ പറഞ്ഞത് ഒരു കളവാണ് എന്നാണ്, ശരിയാണ് എന്നല്ല. ആ മറുപടി ഒന്ന് കേട്ടോളൂ. ചില സന്ദർഭത്തില് ചിലത് അന്ന് പറയിക്കുന്ന നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സ്വലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സ്വലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദം ഉണ്ടെന്നാ സക്കരിയ സ്വലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സ്വലാഹി നേരിട്ട് തിരിച്ചു വെക്കാം. അപ്പം എന്താ മറുപടി? സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ സക്കരിയ സ്വലാഹിന്റെ നേരെ ഈ മൈക്ക് തിരിച്ചു വെക്കും, സംശയമൊന്നുമില്ല. ഇനി സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമുണ്ടോ? വ്യക്തമായിക്കൊണ്ട് വീണ്ടും അനസ് മുസ്ലിയാർ ആവർത്തിച്ച് പറയുകയാണെന്ന്, അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നു. അതേ നാമം കൊണ്ട് പറയാണ് അദ്ദേഹത്തിന് അങ്ങനെ വാദം ഇല്ല എന്ന്. കേട്ടോളൂ. ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സ്വലാഹി പറയുന്നത് എന്ന് അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് സക്കരിയ സ്വലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ. ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സ്വലാഹി. സ്വലാഹി ഒരുപാട് പ്രസംഗത്ത് ഞാൻ കേട്ടതാണ്, പറഞ്ഞിട്ടില്ല. സഹായം കേട്ടതാണ്, പറഞ്ഞിട്ടില്ല. സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വേണ്ടിയുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അതിന്റെ തെളിവ് വായിക്കാം. അപ്പൊ മൂപ്പര് പുസ്തകത്തിലേക്ക് പോയി വിഷയത്തെ വഴിതിരിക്കാൻ വിടുകയാണ്. അനസ് മൗലവി പറഞ്ഞു പുസ്തകമൊക്കെ അവിടെ നിൽക്കട്ടെ, സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്.
ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന്റെ പുറത്തല്ല, പൊട്ടന്മാരെ എന്ന് മടവൂരികളെ വിളിച്ചുകൊണ്ട് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ എന്താ, കടവത്തൂര് വെച്ച് സലാം സുല്ലമി നിഷേധിച്ച ഹദീസുകളുടെ പരമ്പരകൾ അദ്ദേഹം കേരളത്തിൽ ഉന്നയിച്ച പുതിയ വാദങ്ങളുടെ മുന ഒടിച്ചുകൊണ്ട് വ്യക്തമായി സക്കരിയ സലാഹി ആ വിഷയത്തിലൊരു മറുപടി, ജിന്ന് പിശാച് സമഗ്ര പഠനം 2 DVDയാണ് വളരെ വിശദമായിക്കൊണ്ട് അദ്ദേഹം 7 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച ആ CD-യിൽ നിന്ന് മടവൂർ വിഭാഗം ക്ലിപ്പ് മുറിച്ച് കേരളത്തിലുടനീളം തെറ്റിദ്ധരിപ്പിച്ചത് പോക്കറ്റിലിട്ട് വന്നിരിക്കുകയാണ് ആര്, ഈ ചോദ്യകർത്താവ്. അത് അനസ് മൗലവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. അപ്പൊ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന വാദമില്ല, ശരി, സഹായം തേടാമെന്ന വാദമുണ്ട്, സഹായം തേടാം അത് അനുവദനീയമാണ് എന്ന വാദമുണ്ട് എന്ന ആളാണെങ്കിൽ തെളിവ് തരുന്നതാണ്. അപ്പോ പുസ്തകത്തിലേക്ക് പോകാൻ അനസ് മൗലവി വീണ്ടും അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ചോദിക്കാൻ. അടുത്ത കേട്ടോളൂ. പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ, പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തിപ്പിരിക്കേണ്ടത്. ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടില്ല, അവിടെ ഇരിക്കൂ. സഹോദരങ്ങളെ, ഇന്ന് അതേ ചോദ്യശരം സ്വന്തം നെഞ്ചിലേക്കല്ലേ തിരിച്ചു പോണത്. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് വരുത്തി തീർക്കൽ നിങ്ങളെ താല്പര്യമാണ്. ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പൊ ആ വാദമുണ്ട് എന്ന് സക്കരിയ സലാഹിയുടെ ക്ലിപ്പിട്ട് റബ്ബ് നൽകിയ ഈ പ്രസംഗ വൈഭവം വഴിമാറ്റി ഒഴുക്കി എന്തിനാ ചെലവഴിക്കുന്നത്? ഇതേ അനസ്മിഷിയാറ് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് വരുത്തി തീർക്കുക. അപ്പൊ ആ ദുർമോഹവും മനസ്സിൽ നിന്നാ മതി എന്ന് ഈ ക്ലിപ്പിട്ടപ്പോൾ നമുക്ക് തിരിച്ചു പറയേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്, അല്ലേ? ഇനി ഒന്നുകൂടെ ആ ചോദ്യകർത്താവിന് തെളിയിച്ചു കൊടുത്ത് അദ്ദേഹത്തെ മുട്ടുകുത്തിക്കുകയാണ്. സക്കരിയ സലാഹിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങളോട് ചോദിച്ചു എവിടെ വാദം, നിങ്ങൾ തെളിവ് തന്നില്ല. എ.പി. അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മടവൂരികളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയല്ലാതെ തെളിവ് കാണിച്ചില്ല. എന്നാൽ ഞാൻ നിങ്ങളെ പോലെയല്ല, തെളിവ് തരാൻ പോവുകയാണ്. സ്ക്രീനിലേക്ക് നോക്കിക്കൊള്ളുന്ന സക്കരിയ സലാഹിയുടെ പ്രഭാഷണം ക്ലിപ്പിട്ട് ബഹ്റൈനിൽ വെച്ച് അനസ്മിഷിയാർ ആർജവത്തോടുകൂടി മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത വേദിയിൽ സഹോദരങ്ങളെ തൗഹീദ് സംരക്ഷിക്കുന്നു, വഹീദുകളെ സംരക്ഷിക്കുന്നു. കേട്ടോളൂ. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് വരും. സ്ക്രീനിൽ നോക്കിക്കോ. സുഹൃത്തുക്കളെ, മലക്കുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് എന്നെ കൈ കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം ജിന്നുകൾക്ക് എന്നെ കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ പറ്റുമെന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ളാഹ് എന്നെ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, അവരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുന്ന ഖുർആന്റെ ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് വരും. സ്ക്രീനിൽ നോക്കിക്കോ. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ അവസാനം നമ്മളിൽ നിന്നൊരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാൻ ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ? നിങ്ങളെങ്ങനെ ഞങ്ങളെ വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത് കൊണ്ടുപോവാ? ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാനാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മതം.
സക്കരിയ സ്വലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാതെ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഒരു 84-85 കാലം മുതൽ തൗഹീദിന് വേണ്ടി പൊതുരംഗത്ത് പ്രസിദ്ധിച്ച് നടക്കുന്ന ആളെ എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിട്ട് എന്നെപ്പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കില്ല. പിന്നെ 1000 നട ഒരുപാട് സ്ഥലത്തുനിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ സ്വതന്ത്രതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു നായിനെയും കൊണ്ടുപോകണം, നാലും ആടല്ലത്. ഇനിയും പറയാൻ കേട്ടോ നായിനെയും കൊണ്ടുപോയി. അപ്പൊ ഇനി നോക്കി കുറെ കഴിഞ്ഞ് നോക്കിക്കുന്ന അത് നായും നോക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊണ്ടുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെയില്ല. സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദം തോന്നുന്നത് എല്ലാവരും കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ യഥാർത്ഥ അപ്പോസ്തലന്മാര് നിലനിൽപ്പിന് വേണ്ടി മോഹിച്ചുകൊണ്ടിരുന്ന മടവൂരി വിഭാഗമാണ്. ആ മടവൂരികൾ ഈ ശിർക്ക് പ്രചാരകർക്ക് സപ്പോർട്ടായി പലതും എത്തിച്ചു കൊടുത്ത് ആ ക്ലിപ്പുകളൊക്കെ മുറിച്ചിട്ട് കവലകളിൽ സമസ്തക്കാരെ ആഘോഷിച്ച കാലഘട്ടമാണത്. 2011 ബഹ്റൈനിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. 2011 അനസ് മൗലവി പറയാണ് സക്കരിയ മൗലവിക്ക് ഇങ്ങനെ വാദമില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കുമ്പോ ആദർശബോധമുള്ള മുജാഹിദുകൾ അതിൽ മുങ്ങൂല. അതുകൊണ്ടാണല്ലോ മടവൂരികൾ ഉന്നയിച്ച ആ കീറവലയിൽ ഒരു മുജാഹിദും കുടുങ്ങാതെ 80% എന്റെ കൂടെ എന്ന് പറഞ്ഞ് ഹുസൈൻ മടവൂരി രംഗത്ത് വന്നിട്ട് അവസാനം KNM-ന്റെ KJ-ന്റെ ബാനറിൽ സക്കരിയ സ്വലാഹി അടങ്ങുന്ന പണ്ഡിത കേസരികൾ പ്രമാണം വിശദീകരിച്ചു, മൻഹജ് സലഫി വിശദീകരിച്ചു. ഒപ്പം പോയ എല്ലാ മുജാഹിദുകളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിഷയം കേട്ടപ്പോൾ തിരിച്ചു വന്നു. ഇന്ന് അതേ KNM-ന്റെ KJ-ന്റെ ബാനർ ഈ പറഞ്ഞ കോൺഗ്രസ് ദുരുപയോഗം ചെയ്ത് നാടിനീളെ ശിർക്കാരോപണം നടത്തുകയാണ്. എത്ര സ്ഥലങ്ങളിൽ ശിർക്കാരോപണ സമ്മേളനം നമ്മുടെ 8ാം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്നു. ഇവിടെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ മറുപടി പറഞ്ഞോ? പറഞ്ഞില്ല. ഹദീസ് മുസ്ലിങ്ങളായി നടക്കുന്ന ആളുകൾക്കെതിരെ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല. മുവഹിദുകളെ ചേരി തിരിച്ച് ശിർക്കാരോപണം നടത്തി KNM-ന്റെ KJ-ന്റെ ബാനറിൽ, പവിത്രമായ ഈ സംഘടനയുടെ പേരിൽ. എന്നിട്ട് എന്തേ അത് ക്ലിക്കാകാത്തത്? ഈ ആരോപണം എന്തേ ക്ലിക്കാകാത്തത്? അത് ഊതി നിർപ്പിച്ച കുമളയാണ് എന്ന് ആളുകൾക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ വെച്ച് ഈ ചോദ്യകർത്താവിൽ നിന്നല്ല മാലോകർക്ക് ഈ വിഷയം ചേരി തിരിച്ച് വ്യക്തമായ അനസ് മൗലവി സഹോദരങ്ങളെ അന്ന് പറഞ്ഞു, ആ മനുഷ്യൻ ഇന്ന് ഈ ഒരു നിലവാരത്തിലേക്ക് തരണ്ടായിരുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടോളൂ നിങ്ങൾ അവസാന ഭാഗം ആ വിഷയത്തിന്റെ. ഇവിടെ വന്നു വാദിച്ചു തുടങ്ങിയത് സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമുണ്ടെന്നാണ്. എവിടെ വാദം? പല കാസറ്റിലുണ്ട്. പല കാസറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആദ്യം സമർത്ഥിക്കാൻ ശ്രമിച്ചു. സക്കരിയ സ്വലാഹി പറയുന്നതിനെ കേൾപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ് സക്കരിയ സ്വലാഹി മാറി മാറി പറയുന്ന ആളാണ് എന്നാണ്. സക്കരിയ സ്വലാഹി മാറി മാറി പറയുന്ന ആളാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാ. ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ആളുകൾ അഥവാ ജിന്നസേവകരായ ആളുകൾ അങ്ങനെ കൊണ്ടുവരുന്നു എന്ന് വാദിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇനി അങ്ങനെ ആൾ കൊണ്ടുവന്നാൽ തന്നെ ശൈത്താൻ കൊണ്ടുവന്നെന്ന് വിചാരിക്കല്ലാതെ ഒരിക്കലും അതിന്റെ പുറകെ പോകാൻ പറ്റുകയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ച വാചകത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ചില ആളുകൾ ക്ലിപ്പ് കാട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പിനെ അവലംബിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്തിനെപ്പോൾ ആളുകൾ കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള മനസ്സുമായി ഇവിടെ വന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇസ്ലാഹിലുണ്ട്. ഇസ്ലാഹിലുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ രൂപത്തിൽ സംശയം ഉന്നയിച്ചപ്പോൾ ഇസ്ലാം തന്നെ മറുപടി പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെ എല്ലാം ചുരുക്കമെന്ന മൊത്തത്തിൽ റഷീദ് ഗവായി എന്ന് പറയുന്ന ആള് ആ സുഹൃത്തിന് കിട്ടിയതെന്താ? മൊത്തത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ ഉള്ള വാദം മുജാഹിദുകൾക്ക് ഇല്ല പറഞ്ഞു കൊടുത്തു. ഇതിന്റെ എല്ലാം ചുരുക്കമെന്ന മൊത്തത്തിൽ റഷീദ് ഗവായി എന്ന് പറയുന്ന ആള് ആ സുഹൃത്തിന് കിട്ടിയതെന്താ? മൊത്തത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ
പറയുന്നു ഉള്ള വാദം മുജാഹിദുകൾക്ക് ഇല്ലേ ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കില്ല, നേരെ മറിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നു. റഷീദ് സാഹിബ് പോകണ്ട, അവിടെ ഇരുന്നോ, ആ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചിട്ട് പിന്നെ ചാൻസ് വരും, അതോട് ചോദിച്ചു. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ റഷീദ് ഗവായി എന്ന് പറയുന്ന ആ സമസ്തക്കാരെ കൂട്ടത്തില് എല്ലാ വേദികളിലും ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് ചോദ്യവുമായി വരുന്ന ആള്, ബൈലക്സിലൂടെ തോന്നിയവരുമായി തോന്നിയ രൂപത്തിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞ് അതൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരാള്, ഈ മനുഷ്യന് വന്ന് നേർക്ക് നേരെ ചോദ്യം ഉന്നയിച്ചപ്പോൾ പ്രാമാണികമായി തെളിവ് കൊടുത്ത് ആ ചോദ്യശരങ്ങൾ നേരിട്ട് അനസംസിക്കാന് ഇപ്പോൾ നമ്മൾ ഈ ബഹ്റൈൻ മുഖാമുഖം കാണിപ്പിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഇതേ റഷീദ് ഗവായി സക്കരിയ മൗലവിയോട് നിങ്ങൾക്കങ്ങനെ വാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹ്റൈനിൽ വെച്ച് ജിദ്ദയിൽ സക്കരിയ സലാഹി വന്നപ്പോ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് വയലൻസിൽ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് അവസാനം ആ സക്കരിയ മൗലവി പറഞ്ഞു, എന്റെ പേരിൽ ഒരുപാട് ആരോപണം പറഞ്ഞ ആളല്ലേടാ ഈ. ആദ്യം വെച്ച് എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം, പക്ഷെ എനിക്കങ്ങനെ വാദമുണ്ട്, ജായിസാണെന്ന വാദമുണ്ട്, തെളിയിക്ക് എന്ന് പറഞ്ഞപ്പോ അവസാനം മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞപ്പോൾ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെ ഒരു പുസ്തകം എടുത്ത് സക്കരിയ മൗലവി ഉദ്ധരിച്ചൊരു ഭാഗമുണ്ട്, ആ ഭാഗം സൗണ്ട് കേൾപ്പിക്കുക. ആ ഭാഗം സൗണ്ട് കേൾപ്പിച്ചപ്പോൾ പിന്നീട് മൈക്ക് പോയിന്റിൽ നിന്ന് സക്കരിയ മൗലവി എഴുന്നേറ്റ് പോയി, ഉത്തരമില്ല, ഇത്ര കാലം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പിന്നീട് അവൻ വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ ഏച്ചുണ്ടാക്കിയ ഒരു ദുർബലമായ ശബ്ദരേഖ ഇതാണ് ഇപ്പൊ ഇതിന് പകരമായ അനസ് മൗലവി തിരിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ക്ഷീരമുള്ള ഒരു അകിടിഞ്ചു വീട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊതുക് അവിടെ ചെന്നാലും പാലല്ല കുടിക്കുക, ചോരയെ കുടിക്കുക. അപ്പൊ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ ഓടി നടന്ന ആളുകളുടെ നിറം മനസ്സിലാക്കിയ നമ്മൾ പിന്നെ സഹോദരങ്ങളെ ഈ സംഘടനയിൽ ഇതുപോലെ ശല്യമുണ്ടാക്കുന്ന, ഈ നാട് ദുരുപയോഗം ചെയ്ത് ചേർന്നിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി മഹത്തായ പ്രസ്ഥാനത്തിൽ ആദർശ പ്രബോധനമായി മുന്നോട്ട് പോകല്ലാതെ അതൊക്കെ ശരിയെന്നായിരിക്കും. കാരണം KJന്റെ ബാനറിലല്ലേ വിശദീകരണം, KLMന്റെ ബാനറിലല്ലേ വിശദീകരണം, ബഹുമാന്യരായ നമ്മൾ പണ്ഡിതന്മാർ ഇരുന്നിട്ടല്ലേ മനസ്സുസ്ത്രീയാർ സ്പീച്ചിട്ടാണ്ട് കയറുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ എവിടെ എത്തും? നമ്മൾ മുത്തബികളാണോ? ആണ്. നമ്മൾ മുഖല്ലിദുകളല്ല. നമ്മൾ അന്ധമായി തെളിവ് കിട്ടാതെ ഏതെങ്കിലും കാര്യം വിഴുങ്ങുന്നവരല്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വേർതിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ റുഖിയ ശർഈയ എന്ന് പറയുന്ന ജിന്ന് പിശാച് റുഖിയ ശർഈയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജംഇയ്യത്തുൽ പേരിൽ ഇറക്കപ്പെട്ട ഈ പുസ്തകത്തിന് വ്യക്തമായിക്കൊണ്ട് 19ാമത്തെ പേജിലും വ്യക്തമായി സഹോദരങ്ങളെ ഈ ആരോപണത്തിന് മറുപടി പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അല്ലാഹുവല്ലാത്ത ആരോടും, അത് മനുഷ്യനോ ജിന്നോ മലക്കോ ആവട്ടെ, ഇസ്തിഹാസയോ പ്രാർത്ഥനയോ നടത്താൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ്. വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നത് എന്ന് മറുപടി നൽകി പോന്നിട്ടുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ പിന്നീട് ആ മടവൂർ വിഭാഗവും സമസ്തക്കാരും അവരുടെ ഹദീസ് നിഷേധത്തിനും അതുപോലെ ശിർക്ക് വിദഅത്തുകൾക്കും നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്നത്, ഇവിടെ ചില ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രാസംഗികമായ രംഗത്ത് വന്ന് പരമാവധി ഇസ്ലാഹി മാസിക വായിച്ച് സക്കരിയ മൗലവിയുടെ പ്രഭാഷണങ്ങൾ കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു. ജാമിഅ അൽ-അദവിയിൽ വെച്ചുകൊണ്ട് ശിർക്കാരോപണ പ്രഖ്യാപനത്തിൽ നമ്മുടെ അനീഫ് കായക്കൊടി എന്ന് പറയുന്ന മൗലവി സക്കരിയ മൗലവിക്ക് ജിന്നുകളോട് തേടാം, പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട് എന്ന് തന്നെ ആരോപിച്ചു. ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ആരോപിച്ചു. എന്നാൽ ഏത് വിഷയത്തിലാണ് അത് പറഞ്ഞത്? പ്രാർത്ഥിക്കാമെന്ന വാദമില്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ചുറപ്പിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ള ഏത് ഉപദ്രവങ്ങളും അതുപോലെ ഏത് സഹായവും അത് ശിർക്കാണെന്നോ, അത് വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വന്നുവെന്നോ പറയാൻ പാടില്ല. ഇത് മഹാന്മാരായ സലഫി പണ്ഡിതന്മാര് വിശദീകരിച്ചത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രം, സൃഷ്ടികളുടെ കഴിവ് ഭൗതികമാണ്, അഭൗതികത കൽപ്പിച്ചുകൊണ്ടുള്ള തേട്ടമേ
പ്രാർത്ഥനയാകൂ എന്ന് കുഞ്ഞീദ് മദനിയുടെയും കെ മൗലവിയുടെയും ഉമ്മർ മൗലവിയുടെയും അതുപോലെ തന്നെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും ഒക്കെ പുസ്തകങ്ങളിൽ പ്രാർത്ഥനയെ നിർവചിച്ചെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ സഹോദരങ്ങളെ ഈ ദുർദീസുമായി ബന്ധപ്പെട്ടും ഇസ്ലാം മാസികയിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർ സമൂഹത്ത് വർദ്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതുമായി ബന്ധപ്പെട്ടും വിശദീകരിച്ചപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ അബ്ദുറഹ്മാൻ സലഫിയും അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും ഒക്കെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം ജിന്നും മലക്കും പരാമർശിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചിട്ട് തിരുവനന്തപുരത്ത് ശിർക്കാരോപണ സമ്മേളനം എന്ത് ചെയ്തു? അവിടെ ആകപ്പാട് പിന്നെ എരപ്പായില്ലെന്ന് പറയാം, മുജാഹിദുകളുടെ ചോദ്യശരങ്ങൾക്കും ഉയർത്തൊലിച്ചു. അവിടെ വെച്ചുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഈ ശിർക്ക് ആരോപിച്ച ഈ ആളുകൾ തിരിച്ചു പറയേണ്ടി വന്നു. ഹനീഫ് കായക്കൊടി പറയാണ്, സക്കരിയ മൗലവിക്ക് അങ്ങനെ വാദമില്ല, വിരലിൽ ഇങ്ങനെ എണ്ണം പിടിച്ചിട്ടാ പറയുന്നത്. ആ ശബ്ദം നിങ്ങൾ കേട്ടോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അസുഖത്താണ് ഒരു വ്യക്തി ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായപ്പെടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് അനുവദനീയമാണെന്ന് അപ്പോഴുണ്ടോ? ഇല്ല. അനുവദനീയമാണെന്ന വാദം ഇപ്പോഴും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ദുആ ആകാത്ത ഒരു വിളിയുണ്ട്, ആ വിളിയുടെ ഹുക്മ് വിശദീകരിച്ചിടത്ത് അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. പക്ഷേ ശിർക്കാണെന്ന് ലോകത്തൊരൊറ്റ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അത് കേരളത്തിൽ ഇന്നുവരെ കഴിഞ്ഞു പോയ ഒരു മുജാഹിദ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വാദം മാറ്റിപ്പറയാതെ ആ നിലപാട് വിജയമായി നിലനിർത്താൻ വേണ്ടി സക്കരിയ മൗലവിയും പറഞ്ഞു ഒരു വാദം. അതിന് ആ വാദം ഏറ്റുപറഞ്ഞു. അതാണ് അപകടകരമായ വാദം. ഏത് വാദം? തന്റെ മുമ്പിലുള്ള ഹയ്യും ഹാദറുമായ ഒരു ജിന്ന് ഉണ്ടെന്ന് സാന്നിധ്യം ഉറപ്പിച്ചാൽ ആ ജിന്നിനോട് ആ ജിന്നിന്റെ കൈവിൽപ്പെട്ടൊരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന വാദമാണ് മൂപ്പർക്കുള്ളത്. പറയുന്നത് കേട്ടാ തോന്നും ആ വാദം സക്കരിയ മൗലവി പുതുതായി മെനഞ്ഞുണ്ടാക്കിയൊരു വാദമാണ്, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വാദമാണ്. സഹോദരങ്ങളെ, ആ വാദം ഇവിടെ കേരളക്കരയിൽ ആദ്യം പണിയാണ് മുസ്ലിയാരാ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കേൾപ്പിച്ചുതരാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് മുജാഹിദ് പ്രസ്ഥാനം കെട്ടിക്കൊടുത്ത വേദികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മൂപ്പർ പറഞ്ഞു. നമ്മൾ ഈ ക്ലിപ്പുകളൊക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത. അദ്ദേഹം ഭാര്യയുമായി പിണങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് പറയുകയാണെങ്കിൽ പ്രസക്തല്ല. കുറെ കാലത്ത് സിഗരറ്റും ബീഡിയൊക്കെ വലിച്ചു തന്നിരുന്നു, അത് നിർത്തി അപ്പുറം മൂപ്പർ സിഗരറ്റ് വലിച്ചിരുന്നു ആ ക്ലിപ്പിലാണെങ്കിൽ അതും പ്രസക്തല്ല. അതൊന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ മുജാഹിദുകൾ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഈ 2012 ഒരു പുതിയ വാദം ഉന്നയിച്ച് ചില ആളുകൾക്ക് വേണ്ടി കവലകളിൽ ഇറങ്ങി താൽക്കാലികമായി മാറ്റി പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, അതിന്റെ പേര് ഞങ്ങളെ ചേരിതിരിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കരിയ മൗലവിയുടെ പേരിൽ ഇപ്പോൾ ചാർട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാദം എന്താ? സക്കരിയ സലാഹിയെ പുറത്താക്കിയതിനു ശേഷം അറിയിക്കണം, പുറത്തു പോകുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വാദം ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. പുറത്ത് ആക്കിയതിനു ശേഷം ശിർക്ക് നിരുപാധികം ആരോപിച്ചു. ശക്തമായ ബഹുദൈവ ആരാധന ആകുന്ന ശിർക്കിലേക്ക് സക്കരിയ മൗലവി പോയി എന്ന് പത്രം മുഴുവൻ ഇവരുടെ കൃത്യമായ റിപ്പോർട്ട് അനുസരിച്ച് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് മാന്യമായി കത്ത് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പ്രതികരിക്കണം. അപ്പോഴും മിണ്ടിയില്ല.
അങ്ങനെ ശിർക്ക് ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രതിരോധം എന്ന നിലയിൽ 5 മാസം വീട്ടിലിരുന്നിട്ട് ഒരു തീരുമാനം നമ്മുടെ നേതാക്കന്മാരുണ്ടാകാതായപ്പോൾ സംഘടനക്കകത്തുള്ള ചില ചാരപ്പണികളും ചില ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കളികളുമാണ് ഇത്. അതൊക്കെ തുറന്നു പറയാൻ എന്റെ അനിവാര്യമാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്തു. ഒരു പ്രസ്ഥാനത്തെ പുലർത്താനല്ല, കാര്യങ്ങൾ പറയാൻ സെലഫുകളുടെ മാർഗം സ്വീകരിക്കുന്ന മുജാഹിദുകളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം പോയിട്ടില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രൂപത്തിൽ വേദി സംഘടിപ്പിച്ചു. അങ്ങനെ വേദി സംഘടിപ്പിച്ച് അദ്ദേഹം മഞ്ചേരിയിൽ കഴിഞ്ഞു. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊപ്രക്കുളത്ത്, ആ കൊപ്രക്കുളത്ത് പ്രസംഗിച്ച ഒരു സീഡിയിൽ നിന്ന് ഒരു ഭാഗം, അതാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തുള്ള കാര്യമായിട്ടുള്ള ജീവവായു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പുറത്താക്കി 5 മാസം കഴിഞ്ഞ് പിന്നെ വിശദീകരിച്ച വിശദീകരണത്തിൽ നിന്നുള്ളത് കഷ്ണം. അതാണ് അത്ര മുജാഹിദ് പ്രസ്ഥാനത്തിൽ അപകടകരമായ വാദം. പുറത്താക്കിയ ഒരു വ്യക്തിന്റെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് മേൽ വെച്ച് കിട്ടുന്നത് ശരിയാണോ? ഈ വാദമാണെങ്കിൽ തന്നെ. അപ്പൊ ഇതെല്ലാം തനിച്ച കാമട്ടി അത് കേൾക്കണമെന്ന് വിചാരിക്കും. ഇങ്ങനെ പുഴയിൽ വീണ ഒരാൾ കരയിൽ നിൽക്കുന്ന ജിന്നിനെ വിളിച്ചാ ശിർക്കാവൂല നിൽക്കണേപോലെ ജിന്നു ഉള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മൂപ്പരെ പുറത്താക്കിയാണ് കേട്ടാ തോന്നുക. സത്യത്തിൽ പുറത്തുപോയി വിശദീകരണം നടത്തിയ കൂട്ടത്തിൽ ഒരു വിളി എപ്പോഴാ പ്രാർത്ഥനയാകുന്നത്, അഭൗതികം എന്താണ്, കാര്യകാരണബദ്ധത്തിന് അതീതം എന്താണ്, അതീതം എന്താണ്, ഇതൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ ഒരു ഉദാഹരണം മൂപ്പര് പറഞ്ഞതാ. ആ ഉദാഹരണം പറയാനുള്ള കാരണം എന്താ, ഇവരുണ്ടാക്കിയ വിശ്വാസിന്റെ ഭാഗമായി ചില ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ആ മറുപടിയിൽ വന്നൊരു പരാമർശം വിശദീകരിച്ചപ്പോൾ അത് ക്ലിപ്പാക്കി. അത് വിശദീകരിക്കാൻ വേണ്ടി പിന്നൊരു ക്ലാസ്സിൽ ചോദ്യം വന്നപ്പോൾ സാങ്കല്പിക ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. നിക്കറിയാൻ പോലെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിങ്ങളെല്ലാം സാങ്കല്പികമാണെങ്കിൽ നിങ്ങളുടെ ജിന്ന് സുഹൃത്ത്, ആ ജിന്ന് സുഹൃത്തിനായിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുകയാണ്, സാങ്കല്പികല്ലേ? അപ്പൊ ജിന്ന് സുഹൃത്തിനായിട്ട് നിങ്ങൾ പോകുമ്പോ ആ ജിന്ന് സുഹൃത്ത് കരയിൽ നിൽക്കുമ്പോ ആ കരയിലുള്ള ജിന്ന് സുഹൃത്ത് ഉണ്ടായിരിക്കുക നിങ്ങൾ വെള്ളത്തിൽ കിടന്നു വേണം എന്നൊന്നും പിടിക്കുക പറഞ്ഞാൽ അത് ശുക്കാവോ എന്ന് ചോദിച്ച ഭാഗം കൂടെ ഇട്ടിട്ട് ഇതിന് ശക്തി പകർന്ന് എല്ലായിടത്തും കൊണ്ടിറക്കുന്ന ഒരു മേമ്പൊടിയാണത്. അതുകൊണ്ട് സക്കരിയ മൗലവി വ്യക്തമായി അതിനെ വിശദീകരിച്ച ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. പുഴയിൽ വീണാൽ ജിന്നുകളെ വിചിന്തനത്തിൽ എഴുതിയത് കണ്ടില്ലേ? എന്താ സംഭവം എന്നറിയോ? ഇയാളെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ആളുകള് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടാ ചോദിക്കാം, സാന്നിധ്യം ഉറപ്പിച്ചാ ചോദിക്കാം, ഒരു തെറ്റുമില്ല, അല്ല അഭിപ്രായ വ്യത്യാസമല്ല, കുറ്റല്ല. അപ്പൊ ഓരോ സാങ്കല്പിക, ഇപ്പൊ ഇവരെ യോഗത്തിലൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാണല്ലോ. സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കണേ നമ്മൾ പണ്ടേ കളിയാക്കിയതാ. കയ്യിന്റെ ഉള്ളിനടിയിൽ രോമം വന്ന് മുളച്ചാൽ ഒന്നുണ്ടാക്കുമ്പോ തടവണോ കഴുകണോ? ആദ്യം മുളച്ചിട്ട് വേണ്ടേ? അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങളാ പനസ് മോലി അനീഫ് മോലിയൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ചോദിക്കാണ് ഒരാൾ പുഴയിൽ വീഴുന്ന സമയത്ത് അയാള് കരയിൽ ആരും കാണുന്നില്ല. അപ്പൊ അയാൾ എന്തു ചെയ്തു? ആ പുഴക്കരയില് എന്റെ ഒച്ച കേൾക്കുന്ന പരിധിയിൽ സാന്നിധ്യം ഉറപ്പിച്ചത് ഇയാൾ പറഞ്ഞല്ലോ. ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നെ രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുഴക്കരയിൽ ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഹറാമാണ്, ചോദിക്കാൻ പാടില്ലാത്തതാണ്. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇയാൾ വിടുന്നില്ല. പിന്നെയും ചോദിക്കുക, ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഹറാമാണ്, പാടില്ല, ശിർക്കിലേക്കുള്ള വസീല ചോദിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പുഴക്കാരിൽ ഒരു ജിന്നുമില്ല, അങ്ങനെ ശബ്ദം കേൾക്കുന്നത് ജിന്നുണ്ട് വിചാരിച്ച് വിളിക്കാനും പാടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഉസ്താദ് ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. പിന്നെയും ചോദിച്ചു, ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാമിൽ പുറത്തുമാണ് ശിർക്ക് ഇതൊന്നും പറയാൻ പറ്റൂല, കാരണം അയാൾ പ്രാർത്ഥന അല്ലല്ലോ അയാളെ മനസ്സിൽ. അവിടെ കെട്ടിയത് കണ്ടോ പുഴയിൽ വീണാൽ വിളിച്ചാൽ ശിർക്കല്ല. എന്താ വിചിന്തനത്തിൽ എഴുതിയത്? വിചിന്തനത്തിൽ എഴുതിയ വാചകം നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. പാവപ്പെട്ട മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണ്. പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ്. ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചെടുക്കും മോനെ. അതാണോ ഞാൻ പറഞ്ഞത്? നാളെ ഈ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും ഇൻഷാ അല്ലാഹ്. കേൾപ്പിച്ചെടുക്ക്. അഭൗതിക സിദ്ധികളല്ലേ, അഭൗതിക സിദ്ധികളോട് സഹായം ചെയ്ത ശിർക്കല്ലേ എന്നാണ് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തില. അതൊന്നും കണ്ണു കാണാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുകയാണ്.
മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അക്സാ ഗായത്തിൽ ഖുദൂഅ് വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അക്സാ ഗായത്തിൽ ഖുദൂഅ് വത്തദല്ലുൽ വരൂല. അവിടെ ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടോയെങ്കിൽ മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാമിന് പുറത്തു പോകൂല. കണ്ടോ, ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, പാടില്ല. പക്ഷെ അയാൾ ഇസ്ലാമിന് പുറത്തു പോകൂല. അയാളെ കയ്യിൽ മരിച്ചാൽ മുശ്രിക്കായി മരിച്ചെന്ന് ഞാൻ പറയണമെന്നാ. അയാളെ മനസ്സിൽ എന്തുള്ളൂ, ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നാ. അങ്ങനെ പാടില്ല, ഹറാമാണ്. ഹറാമായ ഒരു കാര്യം ചെയ്താല് അതിന്റെ ഹുക്കുമ ചോദിച്ചാൽ ഹുക്കുമ പറയണ്ടേ? ഒരു അന്യ പെണ്ണിനെ പോയിട്ട് ഞാൻ ചുംബിച്ചു, ഒതു മുറിയോന്ന് ചോദിച്ചു. ഒതു മുറിയാതെ കണ്ടോ അന്യ പെണ്ണിനെ ചുംബിക്കാന്ന് പറഞ്ഞു. എന്താ പിന്നെ പറയാ? ചുംബിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ഒന്നു മുറി വെച്ചിട്ട് മുറിതരണ്ടേ? ഒരു പെണ്ണിനെ സാധാരണ നിലക്കൊന്ന് തൊട്ടുപോയാൽ ഒന്നും മുറിയില്ല. വികാരത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു അന്യ പെണ്ണിനെ ചുംബിച്ചാൽ ഒന്ന് മാത്രം മുറിയ. അപ്പൊ നോക്കിങ്ങൾ എല്ലും മുറിയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, അത് ഫത്വ കൊടുത്തതിന്റെ പേരില് അയാൾ പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ഫത്വ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനത് ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെന്ന് പറഞ്ഞിട്ട് പുഴയിൽ പ്രാണരക്ഷാർത്ഥമുള്ള ജിന്നെ സഹായിക്കണമെന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചിന്തനത്തിൽ അച്ചടിച്ചു വിട്ടിരിക്കുകയാണ്. കണ്ടോ, പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം തേടി, അതാണ് കൂടെ പറഞ്ഞ് സഹായദാട്ടയിലുണ്ടോ? ഈ ബാക്കി കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേട്ടത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളുടെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അക്സാകായത്തിൽ ഖുദൂഅ് വരുന്നില്ല. ഇപ്പൊ അക്സാകായത്തിൽ ഖുദൂഅ് കളിയാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കളിയാക്കി നിങ്ങളെ തൗഹീദ് ആദ്യം പൊളിച്ച് തകർത്ത് ആദ്യം ഉണ്ടാക്കണം. നിങ്ങളെ തൗഹീദ് അക്സാകായത്തിൽ ഖുദൂഅ് നമ്മൾ അംഗീകരിച്ച നിർവചനം എങ്ങനെ എപ്പോൾ? അപ്പൊ അക്സാകായത്തിൽ ഖുദൂഅ് വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്നാണ് ഇബാദത്തിന് പണ്ടേ നമ്മൾ കൊടുക്കുന്ന നിർവചനം. അപ്പൊ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ വിളിച്ചാൽ അയാളുടെ മനസ്സിൽ എന്ത് വരൂല? അങ്ങേയറ്റത്തെ വിനയവും താഴ്മ ഉണ്ടാവില്ല, ഇബാദത്താവൂല. പക്ഷെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, സാബത്ത് കാണിച്ചിട്ടില്ല. ഇത് അങ്ങനെ തന്നെ പറഞ്ഞതിനാണ് പുഴയിൽ വീഴുമ്പോ ജിന്നിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ നോക്കി, ഞാനപ്പോൾ ശിർക്കാണെന്ന് പറഞ്ഞു നിൽക്കുക. ചൊച്ച കേൾക്കുന്ന ഈ പുഴക്കരയിലുള്ള ജിന്നി എന്റെ ശബ്ദം കേൾക്കും എന്ന് വിചാരിച്ച ഒരാൾ പറഞ്ഞാലും ശിർക്കാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും. അപ്പൊ മരുഭൂമിയിൽ വെച്ച് യാ ഇബാദല്ലാഹ് വിളിച്ചാല് അവിടെയുള്ള ജിന്നോ മലക്കോ കേൾക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ പാഠാത്ത പ്രസംഗത്തിലുണ്ടല്ലോ, നിങ്ങളെ വാദപ്രതിവാദത്തിലുണ്ടല്ലോ. അപ്പൊ അത് ശിർക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും മരുഭൂമിയിൽ വെച്ചു. അപ്പൊ അടുത്ത ചോദ്യം വരും, അപ്പൊ ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു എന്നാണോ? ആ ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു. ഇമാം നബി ശിർക്ക് ചെയ്തു എന്നാണോ? ആ ഇമാം നബി ശിർക്ക് ചെയ്തു. അപ്പൊ 2012 വരെ അവരൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ മുജാഹിദികൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആദർശം മാറിയോ? ഈ വക ചോദ്യമൊക്കെ അതിന്റെ പറയാൻ വരാനുണ്ട്. അതുകൊണ്ടാണ് പുഴക്കരയിലെ ജിന്ന് എന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല, പക്ഷെ ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് എന്റെ മറുപടിയല്ല സുഹൃത്തുക്കളെ. ഞാനിതൊരു ഗവേഷകനൊന്നല്ല, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാര് കൊടുക്കുന്ന മറുപടിയാണത്. അൽ-ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം. കണ്ടോ, ജിന്നുകളോടുള്ള സഹായദാനം ഹറാമാണ്. വസീലത്തും മിൻ വസാഇൽ ശിർക്ക്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. പക്ഷെ ചോദിക്കപ്പെടുന്ന വിഷയം അല്ലാഹ്ക്ക് മാത്രം കഴിയുന്നതാണോ? അത് ശിർക്കാണ്, കുഫ്റാണ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജംഇയ്യത്തുൽ ഉലമയിൽ ചർച്ച ഉണ്ടായ സമയത്ത് ബഹുമാനനായ നമ്മുടെ ഫൈസൽ മുസ്ലിയാർ, അതുപോലെ ഇപ്പോൾ ഈ സഖറിയ മൗലവിയെയും അതുപോലെ മുവഹിദുകളെയും ശിർക്ക് ആരോപിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്ന ഈ ഹനീഫ് കായക്കുടിയുമൊക്കെ എഴുതി തയ്യാറാക്കിയ പ്രബന്ധത്തിന്റെ അവസാനത്തിൽ പോലുള്ള എന്താ അൽ-ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം എന്ന അവസാനിപ്പിക്കണല്ലേ. അത് ശിർക്കാണെങ്കിൽ ശിർക്ക് എന്നല്ലേ എഴുതേണ്ടത്? അപ്പൊ ആ രൂപത്തിൽ പോലും പണ്ഡിതോചിതമായ ചർച്ച നടന്നപ്പോ അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം പറഞ്ഞിട്ട് അതൊക്കെ മൂടി വെച്ചിട്ട് ഈ രൂപത്തിൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി രംഗത്ത് വന്നതാണ്. സത്യത്തിൽ മംഗലാപുരത്ത് ഒരു ചോദ്യകർത്താവ് ഫോണിലൂടെ ചോദിക്കുമ്പോ സഖറിയ മൗലവി ആദ്യം കൊടുക്കുന്ന മറുപടി എന്തായിരുന്നു? ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വെള്ളത്തിൽ താഴ്ന്നു പോയി. അപ്പൊ കരയിലൊരു ജിന്നുണ്ടെങ്കിൽ ജിന്നിനെ വിളിച്ചാൽ എന്താ വിധി? ശിർക്കാണെന്നാണ് ഉള്ളത്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്നാണ് ഏത് പണ്ഡിതന്മാരും പറയുന്നത്. അപ്പൊ കാരണം എന്താ? അവിടെ അയാള്
അങ്ങേയറ്റത്തെ വണക്കവും വിനയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മുത്തറാന്റെ വിളിയാണ്. അതുകൊണ്ട് അത് ദുആ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇയാൾ അടുത്ത ചോദ്യം, അവിടെ ദുആ ഇല്ലെങ്കിലോ, ദുആ ഇല്ലാത്ത വിളിയാണെങ്കിലോ? അപ്പൊ ആദ്യം ശിർക്കാണെന്ന് പറഞ്ഞു. പിന്നെ ശിർക്കല്ലാത്തൊരു വിളിയാണെങ്കിൽ, കഴിവിൽപ്പെട്ടൊരു കാര്യമാണ് ചോദിക്കണമെങ്കിൽ, അഭൗതിക വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലെങ്കിൽ അതിന്റെ വിധി എന്താ? അപ്പൊ പറഞ്ഞു ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. ഞാൻ മുശ്രിക്കാവോ? ഇല്ല, അത് ചെയ്ത് മരിച്ചാൽ ശിർക്ക് ചെയ്ത് മരിച്ചു നമുക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് സത്യത്തിൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുഴയാകട്ടെ, തോടാകട്ടെ, ചുരമാകട്ടെ, കടലാകട്ടെ, കായലാകട്ടെ, എവിടെ വെച്ചും സക്കരിയ മൗലവി നൽകുന്ന ഏത് പണ്ഡിതന്മാരും പറയുന്നത് നിന്നെ മാത്രം ഞങ്ങൾ വിളിച്ച് സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് മാത്രമാണ് സഹോദരങ്ങളെ ഈ ഇസ്തിഹാസയുടെ പരിധിയിലുള്ള സഹായം തേടേണ്ടത്. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇവിടെ അല്ലാഹു അല്ലാത്ത ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദുആ ചെയ്യാമെന്ന് അനുവദനീയമാണ്, വാദമേ ഇല്ല, തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. എന്നാലും ചില ആളുകൾക്ക് സംശയം, മൂപ്പര് എന്തിനാണ് ഇപ്പൊ ആ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറഞ്ഞ്? ജിന്ന് സുഹൃത്ത് എന്ന് പറഞ്ഞില്ലേ, മീൻ പിടിക്കാൻ പോകുമ്പോൾ ഉദാഹരണം പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ഉദാഹരണം എന്തിനാ പറഞ്ഞത്? ആവശ്യമില്ലാത്തൊരു കീറാമുട്ടിയല്ലേ? എന്നാ സഹോദരങ്ങളെ, ശിർക്കാകാത്ത വിളിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നതിൽ ഈ അനസ് മുസ്ലിയാർ തിരുവനന്തപുരത്ത് വെച്ച് ഇതേ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ മറുപടി? ഒരു ജിന്നിങ്ങനെ വരികയാണ്, ആ ജിന്നിന്റെ സാന്നിധ്യം എനിക്ക് ഉറപ്പാകാൻ, എന്താ ജിന്നെ വർത്താനം, സുഖാണോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, അത് ശിർക്കല്ല. പുഴക്കരയിലെ ജിന്നിൻ്റെതും മീൻ പിടിക്കാൻ പോകുമ്പോൾ ജിന്ന് സുഹൃത്തിന്റെയും എല്ലാത്തിനും ഇത് മാത്രം ബദല് മതി കേട്ടോ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ ഈ കാപട്യം ഇവിടെ വന്ന് കളിച്ചത്. അതുകൊണ്ട് അതൊന്ന് കേട്ടോളൂ. തിരുവനന്തപുരം മുഖാമുഖത്തിലെ പ്രസക്ത ഭാഗം അടുത്ത. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. കേട്ടോളി, ചോദ്യം എന്താണ്? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദം അത് തെറ്റാണ്, ശിർക്കാണ്. ശരി, ശിർക്കാകാത്ത വല്ല സഹായത്തേട്ടുണ്ടോ? അപ്പൊ ഏതാ? ദ്വാ ആകാത്ത വല്ല വിളി ഉണ്ടോ എന്നാ. ആ വിളിക്ക് എല്ലാ വിളിയും ശിർക്കാണെന്ന് ഒറ്റയടിക്ക് മറുപടി അറിഞ്ഞ കഴിഞ്ഞു. മൂപ്പരിങ്ങനെ ചർവണം ചെയ്യാണ്. കേട്ടോളി, ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയുടെ തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ല തീരുമാനം. നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞുകൂടാ ചോദിച്ചു. നിങ്ങൾ മടവൂരിയല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറയുന്നത്. മറുപടി ഇപ്പൊ എങ്ങനെ പറയും? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായിട്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയുമ്പോൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ കണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ വിഷയം ഇവിടെ അനസ് മൗലവി ഭൗതികവും അഭൗതികവും കാര്യകാരണ ബന്ധം സക്കരിയ മൗലവിയുടെ പുഴക്കരയൊക്കെ ഇട്ടിട്ട് വിശ്വാസം ഉണ്ടാക്കിയിട്ട് നമ്മോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഹദീസോ ആയത്തോ ഒരു കഷ്ണം ധരിക്കാൻ പറ്റുമോ? ഞങ്ങളിതാ ഇവിടെ ഇൻതദൂഹും ലാ യസ്മഊ, അതുപോലെ തന്നെ ഒമന്നൂരില്ല ഒക്കെ ഉദ്ധരിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ തെളിവുണ്ട്. നിങ്ങളെ ഈ പുഴക്കരക്കും ചിന്ന സുഹൃത്തിനൊക്കെ ഒരായത്തൊക്കെ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേ. അനസ് മൗലവി മടവൂരികളോട് പറഞ്ഞു ഖുർആൻ സുന്നത്തുകൾ ഉദ്ധരിക്കുന്നതപ്പോ മടവൂരികളോട് പറയാണ്, നിങ്ങൾ ഖുർആൻ സുന്നത്തുകൾ ഉദ്ധരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഖുർആൻ സുന്നത്തുകൾ ഉദ്ധരിക്കുന്നതാ. ഇതേ വിഷയത്തിൽ എന്ത് ആയത്തും ഹദീസും അനസ് മൗലവി ഉദ്ധരിച്ച്? അതൊന്നും നിങ്ങൾ കാണിച്ചാൽ മതി. ഈ മറുപടിയിൽ നിങ്ങൾ എന്ത് ആയത്തും ഹദീസും ഉദ്ധരിച്ചോ? നിങ്ങൾ ഉദ്ധരിച്ചോ? എങ്കിൽ പിന്നെ സഹോദരങ്ങളെ, സക്കരിയ മൗലവിക്ക് മാത്രം ആയത്തും ഹദീസും ഇല്ല, ആ വിഷയത്തിന് മുമ്പ് ആയത്തും ഹദീസും ഉദ്ധരിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണോ? അപ്പൊ ഈ രൂപത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമ്പോൾ ആ മറുപടി ഉപയോഗിക്കുന്ന രീതി, ആ രീതിയെ സക്കരിയ സുലാഹി ചെയ്തിട്ടുള്ളൂ. അതാ നിങ്ങൾ ചെയ്തത്. ഒന്ന് കണ്ടോളൂ. പടവൂരിൽ ഖുർആൻ സുന്നത്തല്ല അവരുടെ അതൊരു ചോദ്യമില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തേട്ട് അങ്ങനെ ഉണ്ടോന്നാണ്. ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും സഹായത്തേട്ട് ഉണ്ടോന്നാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം, നിങ്ങൾ വെച്ച് വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം കവറേജ് പറയുന്നോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ പറ്റി
ചെറിയമുണ്ടം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്നാണ് അനസ്മരി വായിക്കുന്നത്. മടവൂർ വിഭാഗത്തിലാണ് ചോദിച്ചാണ് ശിർക്കാകാത്ത വല്ല സഹായത്തേട്ട ജിന്നുകളുണ്ടോ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഉദ്ധരിക്കുന്നത്. ആ മറുപടി പുസ്തകത്തിൽ വായിച്ചതിന് ശേഷം അതാണ് അനസ്മരിയുടെ ഭാഗം എന്നല്ല നമ്മൾ പറയുന്നത്. അനസ്മരി അത് വായിച്ചു കഴിഞ്ഞിട്ട് മൂപ്പർ അഭിപ്രായം വ്യക്തമാക്കുന്നുണ്ട്. അഥവാ ചെറിയമുണ്ടത്തിന്റെ പുസ്തകത്തിന്റെ ഉദ്ധരണി ബലപ്പെടുത്തിയാണ്. കേട്ടോളി. സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി ഉദാഹരണം പറയാം. സക്കരിയാമോദി സാങ്കല്പിക ചോദ്യത്തിന് ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം പോലെ ഒരു ഉദാഹരണം പറയുകയാണെന്ത്, ഒരു ജിന്നിങ്ങനെ വരികയാണ്, മൂപ്പർക്ക് കാണാം എന്തൊക്കെയുണ്ട്. കൂട്ടുകാരൻ ജിന്ന് സുഹൃത്ത് അനസ്മസിയാർക്കുണ്ടായിരുന്നു. എന്താ ജിന്ന് സുഹൃത്ത് പോയോ? കേട്ടോളി. ആ ജിന്ന് സുഹൃത്ത് ഒരാൾ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചാൽ കൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണിയെടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേനാ. അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല, ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നു. അപ്പൊ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജിന്ന് സുഹൃത്ത് വാദത്തിന് ഖുർആൻ തെളിവ്. അദ്ദേഹത്തിന്റെ ജിന്ന് സുഹൃത്ത് വാദത്തിന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തിയില്ലേ? അത് മുഅ്ജിസത്താണ് പറയേണ്ടത്. കീഴ്പ്പെടുത്തിയതാ മുഅ്ജിസത്ത്. ജിന്നിന്റെ കഴിവ് ഭൗതികം തന്നെ. എന്താണ് സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ വന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണി വായിച്ച് റിജാലുൽ ഗൈബും മുസ്ലിം ജിന്നും അവിടെ ഉദ്ദേശിച്ചാൽ ശിർക്കും ബയ്യീനാണ് എന്ന് വായിച്ച് ഒരു ഭാഗം മനഃപൂർവ്വം മൂടിയില്ലേ? അവിടെ മലക്കിനെ ഉദ്ദേശിച്ചാൽ ശിർക്കും ബയ്യീനാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗഖൂഫായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് വിശദീകരിച്ചെടുത്ത് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ആ ഹദീസിന്റെ പരാമർശത്തിലുള്ളത് അവിടെ ഹാജറുള്ള മലക്കുകളാണ്, അള്ളാഹു ഏർപ്പെടുത്തിയ മലക്കാണ്. ആ റിപ്പോർട്ടിൽ എന്നില്ല മുസ്ലിം ജിന്നും എന്നില്ല. അവിടെ ഇല്ലാത്ത മുസ്ലിം ജിന്നിനെയും വിജാന ഗൈബിനെയും വിളിച്ചാൽ ഉദ്ദേശിച്ചാൽ ശിർക്കും ബയ്യീനാണ് എന്ന് പറഞ്ഞു. അവിടെ മലക്ക് മൂപ്പർ മനഃപൂർവ്വം മൂടി വെച്ചു. ഇതുപോലെ ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് മൂടി വെച്ചുകൊണ്ട് സ്വന്തം സുഹൃത്തിന്റെ നേരെ ഒരുമിച്ച് തോളിൽ ദഅവത്ത് നടത്തിയ പണ്ഡിതന്മാരുടെ നേരെ എന്തിനാണ് അനസ് മുസ്ലിയാരെ ശിർക്കാരോപണവുമായി നടക്കുന്നത്? ഇതിനെല്ലാം സംഘടനാ വേദി ഉപയോഗപ്പെടുത്തി കൊടുക്കുന്ന പണ്ഡിതന്മാരെ, സാധാരണക്കാരെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. ഈ മലക്കിനെ വിളിച്ചാലും ശിർക്കാകൂലാന്ന്. ഈ ദുർബല ഹദീസുമായി ഞങ്ങൾ നടക്കാറില്ല എന്നിപ്പോ പറയും. എന്നാൽ ഒരു സഖാഫി ആറ്റിങ്ങൽ എന്ന തിരുവനന്തപുരം ഭാഗത്ത് വെച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഇമാം ഷൗക്കാനിയുടെ ഗ്രന്ഥമുദ്ധരിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ വിശദീകരിച്ച് അനസ് മൗലവി പറയാറുണ്ട്, ഒരു മലക്ക് അവിടെ ഉണ്ട്, ആ മലക്കിന്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ മലക്കിനോട് ചോദിക്കാമോ? ചോദിക്കാം, ശിർക്കല്ല, കുറ്റകരമല്ല എന്നാണ്. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവിപ്പിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം.
അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറിയിരിക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല, ഭാര്യയുള്ളത് മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. ഏതാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ആദ്രാബീവി ആ മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടം, ആ അകപ്പെട്ടുപോയ ഘട്ടത്തില് പ്രിയപ്പെട്ട സഹോദരനെ കേട്ടില്ലേ നിങ്ങള്? ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിനെ കാണുന്നില്ല, പക്ഷെ മലക്കിന്റെ സാന്നിധ്യമുണ്ട്. ചോദിക്കാമോ? ചോദിക്കാം, ഒരു പ്രശ്നമില്ല. ചോദിക്കാമെന്ന് പറഞ്ഞ ആളാരാ? പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളാരാ? കുറ്റകരമല്ല എന്ന് പറഞ്ഞ ആളാരാ? അനസ് മൗലവിയാണ്. അനസ് മുസ്ലിയാരാണ്. സക്കരിയ മൗലവി ഇന്ന് വരെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, ജിന്നുണ്ട്, ജിന്നിന്റെ സാന്നിധ്യമുണ്ട്, ചോദിക്കാമെന്ന് സക്കരിയ മൗലവിക്ക് വാദമുണ്ടോ? ചോദിക്കാൻ പാടില്ല എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞത്. അതിനേക്കാൾ കടന്നു പറഞ്ഞു ഈ മുസ്ലിയാര്. ഈ പഴച്ച ബാലകളുമായി യഥാർത്ഥത്തിൽ പുറത്തു പോകുക വേണ്ടത്. പക്ഷെ ഇതിനകത്ത് നിന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വൈരുദ്ധ്യം ഒന്ന് ബോധ്യപ്പെടാൻ ഇയാൾ നാദാപുരത്ത് വെച്ചുകൊണ്ട് വെല്ലുവിളിയുമായി കടന്നു വന്നപ്പോൾ ചെറിയ പ്രവർത്തകർ വിളിച്ചുകൂട്ടി. അവസാനം സംവാദ ചർച്ചയ്ക്ക് വഴങ്ങാതെ അവിടുന്ന് മുങ്ങി. ആ സീഡി കിട്ടും, ഇങ്ങനെ വാങ്ങി കേൾക്കണം. ആ മുങ്ങിയ സംവാദ വ്യവസ്ഥയിൽ അയാള് ഈ ഇബാദല്ലാഹിന് മൗലവി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാതെ സക്കരിയ മൗലവിയുമായി ബന്ധപ്പെട്ട പുഴക്കരയിൽ കടിച്ചു തൂങ്ങി. അവിടെ വെച്ച് അദ്ദേഹം പറയുകയാണെന്ത്, ഉമ്മർ മൗലവിയുടെ പേരിലും എന്റെ പേരിലൊക്കെ ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നിനോട് ജിന്നിന്റെ കൈവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന വാദം നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിക്കുന്ന ഭാഗം നമ്മൾ കേൾപ്പിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ജിന്നും മലക്കും മനുഷ്യരും എന്റെ ശബ്ദം കേൾക്കുന്നിടത്തുണ്ടെങ്കിൽ അവരെന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചവരെ വിളിച്ചാൽ തെറ്റല്ല, അഭൗതികതയല്ല, ശിർക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും കേൾപ്പിക്കുന്നുണ്ട്. രണ്ടും കൂടെ കേൾപ്പിക്കുമ്പോഴേ ഈ കാപട്യം എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് കേട്ടോളൂ. 12 ഈ വാദം അനസിന്റെ പേരിലും കെട്ടിവെക്കുന്നുണ്ട്. എങ്ങനെ? ഹാജറുള്ള ജീവിച്ചിരിക്കുന്ന ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കല്ല എന്ന പിഴച്ച വാദം എന്റെ പേരിൽ നിങ്ങൾ കെട്ടിവെക്കുന്നു. എനിക്ക് ആ വാദം ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഈ വാദം ഉമർ മൗലവിക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്ക് ആ വാദമില്ല, നിങ്ങളുടെ ഈ പിഴച്ച വാദം ഞങ്ങൾക്കില്ല. ഇനി ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ കഴിയുമോ? ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാണ്, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന തെറ്റതില് ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്ന കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന അതന്നല്ലേ സഹോദരങ്ങളെ സക്കരിയ മൗലവി ചോദിച്ചത്? അതിൽ നിന്ന് എവിടെ നിങ്ങൾക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് കിട്ടിയത്? അനുവദനീയെന്ന് വാദമുണ്ടോ? ഇല്ല. അവ എല്ലാ പണ്ഡിതന്മാരും ഈ രൂപത്തിൽ തൗഹീദ് നിർവചിച്ചിടത്ത് ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്, ഒരു ഇസ്തിഹാസ എപ്പോഴാണ് ശിർക്കാകുന്നത് എന്ന് വിശദീകരിച്ചിടത്ത് ഇതൊക്കെ ചർച്ച ചെയ്തു വന്നിട്ടുണ്ട്. അത് ഏത് ആയത്തോ ഹദീസാണ് നിങ്ങൾ അന്ന് ഓതിയത്, അത് തന്നെയാണ് ഇന്ന് മുവഹിദുകളായ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നുള്ളിപ്പൊളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കിയത് യഥാർത്ഥത്തില് ഇവിടെ മടവൂര് വിഭാഗമാണ്. അവർക്ക് പുറത്തുനിന്ന് പണിയെടുക്കാൻ കഴിയാതായപ്പോൾ ഇതിനകത്തേക്ക് അവർ കൊണ്ടുവരികയും ചില ചാരന്മാരെ ഏർപ്പെടുത്തുകയും ചെയ്തു. ആ ചാരന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ രൂപത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, ക്ലിപ്പുകൾ കട്ട് ചെയ്ത് വിശദീകരണം നൽകിയ ചില കള്ള ഡോക്യുമെന്ററി, വ്യാജ ഡോക്യുമെന്ററി അത് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ സഹോദരങ്ങളെ പക്ഷത്താക്കിയതാണ്. അങ്ങനെ ചേർതിരിക്കാൻ ഇതിനകത്തളത്തിൽ ഈ മുട്ടയും പാലും കൊടുത്ത് സൗകര്യപ്പെടുത്തിയ ആളുകൾ ആരാ? അത് ഈ മടവൂർ പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന KKP അബ്ദുള്ള എന്ന ചാരൻ. ആ KKP അബ്ദുള്ള എന്ന ചാരൻ, KKPന്റെ ക്ലിപ്പ് ഉണ്ടാവും, അതിന് 20-18 കഴിഞ്ഞിട്ട് KKP അബ്ദുള്ള എന്ന് പറയുന്ന മടവൂർ ചാരൻ ഉദ്ദേശം പൂർത്തിയാക്കി പാലക്കാട് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചങ്ങൾ കണ്ടു അല്ലേ? എന്നാൽ ഈ മടവൂർ ചാരനായ KKP അബ്ദുള്ള വ്യക്തമായി പറയാണ്, ഇങ്ങനെ ശിർക്കാരോപണം നടത്താനും ക്ലിപ്പുകൾ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ എനിക്ക് സൗകര്യം ചെയ്തു തന്നത് ഈ പ്രസ്ഥാനത്തിൽ ആരാണ്? KKP അബ്ദുള്ള മനസ്സ് തുറക്കുക.
സ്വന്തം സുഹൃത്തായ സാലിം എന്ന് പറയുന്ന പ്രവർത്തകനോട്. ആ ഫോൺ കോൾ നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം, ഇവിടെ യഥാർത്ഥത്തിൽ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ, ഈ സംവിധാനങ്ങളെ ദഅവത്തിന് വേണ്ടി സ്നേഹിക്കുന്നവർ നമ്മളാണോ അല്ല ഈ തരത്തിലുള്ള ചില ആളുകളാണോ എന്ന് കേട്ടോളൂ. അപ്പൊ ഈ വിഷയം ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, നമ്മളെ കൽപ്പിച്ചിട്ട് അല്ല, ഈ ചലച്ചിത്രം കൽപ്പിച്ചതല്ല, അല്ല അല്ലേ, അല്ലല്ല, അത് അയാൾക്ക് എന്തെന്നാ പറയാ, ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങ് എന്ന് പറയല്ലേ, എന്നതുപോലെ കുരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനില്ല, നമുക്ക് അനുഭവമുണ്ട്. അത് ശരി. നിങ്ങൾക്കല്ലെങ്കിൽ മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തർ മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന മദനി വെച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് കേക്ക് നിൽക്കുന്നത് നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരത്തെ ചെന്ന് കേൾക്കുകയാണെന്ന് പറഞ്ഞു, ഏത് കേൾക്കി എന്ത് കേൾക്കി എന്തിനാ വന്നതൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുക വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ഇട്ടുകയും ചെയ്ത് പൊളിക്കല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതിയൊക്കെയും ചെയ്തു. അത് എന്റെ സ്ഥലത്ത് ഒന്നും മതി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പഠിച്ചത് കൊടുത്തിട്ടൊന്നല്ല, സ്ഥലത്തിൽ പറഞ്ഞപ്പോൾ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ എഴുത്തിന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ സംസാരിക്കാൻ ഇയാളുടെ വിട്ടിട്ടാണ്. എഴുത്തിന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തൊന്നും നമ്മളെത്തുന്ന അകത്തിയതെത്തി ഇങ്ങോട്ട് വിളിക്കും, അവിടെത്തി അങ്ങനെയൊന്നും പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്നിവരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തി ജാഗ്രത നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുമെന്ന് വെച്ച് പറയാനില്ല. അടുത്ത ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവായിരുന്നു, നമ്മളെക്കാളും താല്പര്യമുണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക് ജാഗ്രത നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുമെന്ന് വെച്ച് പറയാനില്ല. സഹോദരങ്ങളെ, അപ്പൊ സാക്ഷാൽ മടവൂരി ചാരനായ KKP അബ്ദുള്ള അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പ്രവേശിക്കുവാനും നമ്മുടെ ഒരുപാട് ബന്ധുവയോധികരായ പണ്ഡിതന്മാരെ ഈ ക്ലിപ്പുകൾ കേട്ട് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ പക്ഷത്താക്കാനും സാധിച്ചു. അതിന് ഈ പ്രസ്ഥാനത്തെ നമ്മുടെ നേതാവായി ഇപ്പോഴുമുള്ള അബ്ദുറഹ്മാൻ സലഫി സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഇന്ന് വരെ നിഷേധിച്ചെങ്കിലും ഇതിന് തിരിച്ചു നമ്മൾ വളപട്ടണത്തുള്ള ആ തിരുത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് എവിടെയും വേണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സത്യം. വളരെ ആസൂത്രിതമായി വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും അത് മനസ്സിലാക്കിയ മനഹജ് സലഫാകുന്ന സലഫുകളുടെ മാർഗത്തിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ടുപോകുവാൻ ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട്. പ്രമാണവിരുദ്ധമായ ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് വാദങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ അകത്തളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഈ ശിർക്കാരോപണമാകുന്ന ജിന്നും ഇബാദല്ലയും ഒക്കെ മേമ്പൊടി ചേർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് അതിന്റെ ഭാഗമാണിതാ നമ്മുടെ KNM എഡ്യൂക്കേഷൻ ബോർഡ് പുറത്തിറക്കിയ 3ാം ക്ലാസ്സിലേക്കുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 7ാമത്തെ പാഠം ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കണം. മടവൂർ വിഭാഗം പുറത്തു പോയപ്പോൾ ജിന്നുമായി ബന്ധപ്പെട്ട് പിശാചുമായി ബന്ധപ്പെട്ട ഹദീസുകളെ വ്യത്യസ്ത രൂപത്തിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ആൺ പെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുന്ന ആ പ്രാർത്ഥനയെ കൊതുകാക്കി മാറ്റിയത്. നമ്മളതിനെ ശക്തമായി എതിർത്തു. അത് പരിഹസിച്ചുകൊണ്ട് കരിമ്പലാക്കലിനെ പോലെയുള്ള ആളുകളെ ഹബീസൂണിൽ ഹബീസാത്തൊക്കെ പറഞ്ഞ് ആയത്തോതി അവിടങ്ങളെല്ലാം അർത്ഥം വെക്കുക എന്നൊക്കെ ചോദിച്ചു കളിയാക്കി. സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് ഇതാ നമ്മുടെ കുട്ടികളുടെ മണ്ടയിലേക്ക് ഈ പച്ചയായ ഹദീസ് നിഷേധം ഈ വിഷയത്തിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. എന്താണ് മലമൂത്ര വിസർജനം എന്ന ഹെഡിങ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന ഈ പ്രാർത്ഥനയ്ക്ക് ഇന്നോളം നാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം പറഞ്ഞു പോന്നിരുന്നത് മാറ്റി അല്ലാഹുവേ മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇവിടെ മുദക്കർ മുഅന്നസുമാണല്ലോ. അപ്പൊ ഈ മാലിന്യത്തിന് ആൺ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? ഇത് പുറത്തിറക്കുവാൻ KNM എഡ്യൂക്കേഷൻ ബോർഡിലുള്ള അഹമ്മദ് അലി മദനിയുടെ അനുജനായ മജീദ് മൗലവിയോട് ചോദിച്ചു. അദ്ദേഹം കരിമ്പിലാക്കൽ പറഞ്ഞ അതേപോലെ ഒരു നിഷേധമാണ് ഫോണിലൂടെ പറഞ്ഞത്.
ആയത്തിന് നിങ്ങൾ എന്താ അർത്ഥം വെക്കാതെ ബർറാസ് റിപ്പോർട്ട് ചെയ്ത ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല. കരിവള്ളി മുഹമ്മദ് മലിക്ക് വിളിച്ചു, ഇതെന്താണ് ഇങ്ങനെ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ചർച്ചയ്ക്ക് വന്നിരുന്നു, അപ്പൊ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ പാഠപുസ്തകത്തിൽ കൊടുത്താൽ മതി. കാരണം ഇനി വരുന്ന കുട്ടികൾക്ക് ഈ ജിന്നും ശൈത്താനും എന്നൊരു ചർച്ച തന്നെ വേണ്ട, മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിക്കണം. അതിനും പുറമെ മുത്തഫഖ് അലൈഹി ഹദീസാണ്. ഇതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന കലാം എവിടെ പോയി? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറയുന്ന ബിസ്മില്ലയുടെ ബർക്കത്ത് എന്താ? അബൂ ദാവൂദ് ധരിച്ച സ്വഹീഹ് ഹദീസിൽ കാണാം, ആദം സന്തതികളുടെ ഔറത്തിനെ പിശാചിന്റെ കണ്ണിൽ നിന്ന് മറക്കുന്നത് ബിസ്മില്ലാ എന്ന വചനമാണ്. അപ്പൊ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി പ്രാർത്ഥന നമ്മൾ ചൊല്ലിയിട്ട് കയറിനോടുകൂടി നമ്മളെ കണ്ണ് നമ്മളെ ഔറത്ത് അവർ കാണുന്നതിന് ബ്ലോക്കായി. എത്ര വലിയ ബർക്കത്തുള്ള കലാമാണത്. അത് മനഃപൂർവ്വം ഷോർട്ടാക്കി. ഞാൻ അതൊക്കെ വിശദീകരിക്കുമ്പോൾ വീണ്ടും സങ്കീർണമാവും. അതുകൊണ്ട് മുളയിലേ എന്നുള്ള ഇതൊരു സൂചന മാത്രമാണ്. ഇനിയും പൊട്ടിക്കാനുള്ള ഒരുപാട് ഹദീസ് നിഷേധ ഖുർആൻ തിരുമലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ മൂടിവെക്കാനാണ് ഈ ജിന്ന് ശൈത്താൻ സിഹർ കൊണ്ടുവന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാളും ശിർക്കിലേക്ക് പോയിട്ടില്ല. സക്കരിയ മൗലവിയെ പോലെയുള്ള ഒരു മുവഹിദുകളും ശിർക്കിലേക്ക് പോയിട്ടില്ല. ജിന്നുകളോട് സഹായം തേടാം, അത് അനുവദനീയമെന്ന വാദം ഒരിക്കലും ഇവിടെ ഇല്ല. എല്ലാ പണ്ഡിതന്മാരും ഇതിനെ നിർവചിച്ചപ്പോൾ പറഞ്ഞു പോകുന്ന നിർവചനം മാത്രമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സഹോദരങ്ങളെ വ്യക്തമായി ബഹുമാനനായ ഹുസൈൻ സലഫി തന്നെ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി ശക്തമായി തുറന്നടിച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ CD-യിൽ അത് ഉൾപ്പെടുത്തും. ഇത്തരത്തിലുള്ള ചില കൂട്ടുമുന്നണികൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും നമ്മെ ഈ ഗോതയിൽ നിന്ന് പിൻവലിക്കാനും വേണ്ടിയാണ്. അതിലാരും ഇതിനെ നിരാശപ്പെടേണ്ട. നമ്മൾ റബ്ബിന്റെ ധീരമായി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഈ വിഷയമായി അനുബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് നമ്മുടെ ബഹുമാനനായ പണ്ഡിതൻ യാസർ മദനി പ്രവേശിക്കുന്നുണ്ട്. അതുകൂടെ കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നാണ് ഉണർത്തുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.